ഷാഫി എന്ന പേര് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതല്ലേ രോഗികളെ സന്ദർശിക്കുന്ന നേരത്ത് രോഗസന്ദർശനം എന്ന സുന്നത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ രോഗികളെ സന്ദർശിക്കുന്ന അവസരത്തിൽ നമുക്ക് തൊടൽ അനുവദിക്കപ്പെട്ട പുരുഷനാണെങ്കിൽ സ്ത്രീക്ക് സ്ത്രീയെ തൊടൽ അനുവദനീയമാണ്, പുരുഷന് പുരുഷനെ തൊടൽ അനുവദനീയമാണല്ലോ. ആ നിലക്കങ്ങനെ തടവിക്കൊണ്ട് നാം പ്രാർത്ഥിക്കാറില്ലേ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മാ. അല്ലാഹുവേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീയാണ് ഷാഫി. അപ്പൊ നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സുഖപ്പെടുത്തുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ നിർദ്ദേശപ്രകാരം അതാ രോഗിയുടെ ശരീരത്തിൽ കൈവെക്കുമ്പോ സുഖപ്പെടുത്തൽ എന്ന പ്രവർത്തനം നടത്തുന്നത് അല്ലാഹുവാണ്. കൈവെക്കുന്നു എന്ന പ്രവർത്തനമാണ്, തടവുന്നു എന്ന പ്രവൃത്തിയാണ് മഹാനായ റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം നിർവഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിലേക്ക് വരൂ. മഹാനായ നമ്മുടെ മുത്തു നേതാവ് അതാ ഒരു പിടി മണ്ണുവാരി അങ്ങ് എറിഞ്ഞപ്പോ കുറെ ആളുകളുടെ കണ്ണിലേക്ക് ചരൽ കല്ലുകൾ എത്തിപ്പോയി. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നീ എറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ എറിഞ്ഞത് നീയല്ല, നാമാണ്. അല്ലാഹു അത്രേ എറിഞ്ഞത് എന്ന് പറയുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ തന്റെ മുമ്പിലുള്ള ഒരു പിടി ചരൽ കല്ല് വാരിയിട്ടങ്ങ് എറിഞ്ഞത്? ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കും സംശയമില്ല. പക്ഷേ ആ പ്രവൃത്തിയാണ് മഹാനായ നമ്മുടെ മുത്തു നേതാവ് റബ്ബിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതെന്താ? ചരൽ കല്ല് വാരിയിട്ടങ്ങ് എറിയുന്നു. ആ ഏറ് ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കണ്ണുകളിലേക്ക് എത്തിക്കുക എന്ന പ്രവർത്തനം അത് ചെയ്യുന്നത് അല്ലാഹുവാണ്. ആ പ്രവൃത്തി ചെയ്യുന്നത് അല്ലാഹുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അമ്പിയാക്കളായാലും സാധാരണക്കാരായാലും അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളുണ്ട്. അസാധാരണക്കാരായ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രകൃത്യാ നൽകപ്പെട്ട കഴിവുകൾ അവർക്ക് കുറേയുണ്ട് സാധാരണക്കാരെ പോലെ. പക്ഷേ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുമ്പോ ആ പ്രവൃത്തി അവർക്ക് പണ്ടേ നൽകപ്പെട്ട കഴിവ് കൊണ്ടല്ല ചെയ്യുന്നത്, അവരിലൂടെ അല്ലാഹു അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. കാരണം മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്. ആ പദം തന്നെ എത്ര ക്ലിയറാണ് എന്റെ സഹോദരന്മാരെ. മുഅ്ജിസത്ത് എന്ന് പറയുന്ന പദം തന്നെ അമാനുഷികം. അമാനുഷികം എന്ന് പറയുമ്പോ മാനുഷികമല്ലാത്തത്, മനുഷ്യ കഴിവ് കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്. അവിടെയും മനസ്സിലാക്കിക്കോ, മനുഷ്യ കഴിവ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു കഴിവുണ്ട് എന്നല്ല. ആ ചെയ്യാൻ കഴിയാവുന്ന കാര്യവും അല്ലാഹു കൊടുത്തത് തന്നെയാണ്. പക്ഷേ അവിടെ ഓരോ കാര്യവും വേർതിരിച്ചു മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും പ്രത്യേകം അനുമതി വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അമ്പിയാക്കളോട് പലരും പലതും ആവശ്യപ്പെട്ടപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പലരോടും പലതും ചോദിച്ചിട്ടുണ്ട്. അമ്പിയാക്കൾ മൊത്തത്തിൽ പറഞ്ഞ ആശയം എന്താണ്? അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നില്ലേ, വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനും തന്നെ അല്ലാഹുവിന്റെ അനുമതി കൂടാതെ യാതൊരു അത്ഭുതവും ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രത്യേകമായ ഇതിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൈവെക്കുന്നതിന് അല്ലാഹുവിന്റെ സഹായം വേണ്ടേ? ഒരു മലയിലേക്ക് കയറാൻ അല്ലാഹുവിന്റെ സഹായം വേണ്ടേ? വേണം. പക്ഷേ അത്തരത്തിലുള്ള ഒരു സഹായമാണോ അമ്പിയായിന്റെ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഉദ്ദേശിക്കുന്ന ഇതിന്? ആ രൂപത്തിലുള്ള സഹായമല്ല, ഒരു പ്രത്യേകമായ സഹായം അല്ലാഹു അവിടെ നൽകുകയാണ്. ആ പ്രത്യേകമായ പ്രവൃത്തി അല്ലാഹു ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉഹദ് മലയിലേക്ക് കയറിയിട്ടുണ്ട്. സംശയമുണ്ടോ? അവിടുന്ന് മല കയറിയിട്ടുണ്ട്. ഉഹദ് മലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. ആ കയറാൻ നബിക്ക് അല്ലാഹുവിന്റെ ഇതിന് വേണ്ടേ? വേണം, തീർച്ചയായും വേണം. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാകാശങ്ങൾക്കും അപ്പുറത്തേക്ക്, ഏഴാകാശങ്ങൾക്കും മുകളിലേക്ക് കയറിപ്പോയില്ലേ? ആ പ്രവൃത്തിക്കും അല്ലാഹുവിന്റെ ഇതിന് വേണ്ടേ? വേണം. ഇത് രണ്ടും ഒരേ ഇതിനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മല കയറാൻ ഇതിന് വേണം എന്ന് പറയുന്നിടത്തും
മിഅ്റാജ് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ ഇതിന് വേണം, അള്ളാഹുവിങ്കൽ എന്ന് അനുമതി വേണം എന്ന് പറയുന്നിടത്തും രണ്ടും ഒരേ ഉത്തരവാണോ, രണ്ടും ഒരേ ഇതിനാണോ? ഒരിക്കലുമല്ല. ഏത് ആളുകൾക്കും അതറിയാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ വിശ്വാസപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരൊന്നും ഇതാ ഞാനിപ്പോൾ കൈ ഉയർത്തുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ബീദിനില്ല എന്ന് പറയുന്നില്ല. ബീദിനില്ല, അതൊക്കെ സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അസാധാരണമായ അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നിടത്താണ് ബീദിനില്ല ബീദിനില്ല എന്നിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിലൂടെയൊക്കെ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, മനുഷ്യന് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, മനുഷ്യൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവുകൾക്ക് ഒരുപാട് പരിധികളുണ്ട്. അതേപോലെ തന്നെ മഹത്തുക്കളായ അമ്പിയാക്കളുടെയും കഴിവുകൾക്ക് പരിധിയുണ്ട്. പക്ഷേ അമ്പിയാഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ അസാധാരണമായ പ്രവൃത്തികൾ അല്ലാഹു അങ്ങ് നിർവഹിക്കും. ഇതേപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്ന ചില സാലിഹീങ്ങളുടെ കൈക്കും അത്ഭുതങ്ങൾ പ്രകടമാക്കാറുണ്ട് അല്ലാഹു. അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. അതും അവരുടേതായ കഴിവല്ല, അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്നതുമല്ല. ചില ഘട്ടങ്ങളിൽ അവരെ ആഗ്രഹിക്കുമ്പോ ആ ആഗ്രഹത്തിന് വിധേയമായി കൊണ്ട് അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുത്തു എന്നും വന്നേക്കാം. അതല്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയാവുന്ന തനിക്ക് മുമ്പേ നൽകപ്പെട്ട ഒരു കഴിവൊന്നുമല്ല മുഅ്ജിസത്തെന്ന് പറയുന്നതും കറാമത്തെന്ന് പറയുന്നതും. എന്തിനാണ് ഞാൻ ഈ കാര്യം എന്റെ ശ്രോതാക്കളുടെ മുമ്പിൽ വെച്ചത്? ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് പറയുന്നു, മൗലവിമാര് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മൗലവിമാര് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ത്? ഈ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ